ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. നമുക്കിന്ന് കുറച്ച് കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഏത് നവോത്ഥാന നായകൻ്റെ 100ാം സമാധി ശതാബ്ദിയാണ് 2024 മെയ് മാസത്തിൽ ആചരിച്ചത്? ചട്ടമ്പി സ്വാമികൾ. ഏത് നവോത്ഥാന നായകൻ്റെ 100ാം സമാധി ശതാബ്ദിയാണ് 2024 മെയ് മാസത്തിൽ ആചരിച്ചത്? ചട്ടമ്പി സ്വാമികൾ. രണ്ടാമത്തെ ചോദ്യം, 2 പതിറ്റാണ്ടിനിടയിലെ ഏറ്റവും ശക്തമായ സൗരക്കാറ്റ് 2024 മെയ് 10 ഭൂമിയിൽ വീശി. എന്താണ് സൗരക്കാറ്റ്? സൂര്യൻ്റെ ഉപരിതലത്തിൽ ഉണ്ടാകുന്ന സ്ഫോടനങ്ങളാണ് സൗരക്കാറ്റിന് കാരണമാകുന്നത്. പൊട്ടിത്തെറിയുടെ ഫലമായി സൂര്യന് ചുറ്റുമുള്ള വലയമായ കൊറോണയിൽ നിന്ന് പ്ലാസ്മയും വൈദ്യുതകാന്തിക തരംഗങ്ങളും പുറന്തള്ളപ്പെടുന്നു. സൗരക്കാറ്റ് അല്ലെങ്കിൽ കൊറോണൽ മാസ് ഇജക്ഷൻ എന്ന് ഇതറിയപ്പെടുന്നു. ഭൂമിയുടെ കാന്തിക മണ്ഡലത്തെ സൗരക്കാറ്റ് തടസ്സപ്പെടുത്തുന്നു. അപ്പോൾ 2 പതിറ്റാണ്ടിനിടയിലെ ഏറ്റവും ശക്തമായ സൗരക്കാറ്റ് 2024 മെയ് 10 ഭൂമിയിൽ വീശി. എന്താണ് സൗരക്കാറ്റ് എന്ന് പറഞ്ഞാൽ? സൂര്യൻ്റെ ഉപരിതലത്തിലുണ്ടാകുന്ന സ്ഫോടനങ്ങളാണ് സൗരക്കാറ്റിന് കാരണമാകുന്നത്. പൊട്ടിത്തെറിയുടെ ഫലമായി സൂര്യന് ചുറ്റുമുള്ള വലയമായ കൊറോണയിൽ നിന്ന് പ്ലാസ്മയും വൈദ്യുതകാന്തിക തരംഗങ്ങളും പുറന്തള്ളപ്പെടുന്നു. ഇത് സൗരക്കാറ്റ് അല്ലെങ്കിൽ കൊറോണൽ മാസ് ഇജക്ഷൻ എന്നറിയപ്പെടുന്നു. ഭൂമിയുടെ കാന്തിക മണ്ഡലത്തെ സൗരക്കാറ്റ് തടസ്സപ്പെടുത്തുന്നു. അടുത്ത ചോദ്യം, വ്ളാഡിമിർ പുതിൻ എത്രാം തവണയാണ് റഷ്യയിൽ വീണ്ടും അധികാരമേറ്റത്? 5ാം തവണ. അതാണ് വ്ളാഡിമിർ പുതിൻ എത്രാം തവണയാണ് റഷ്യയിൽ വീണ്ടും അധികാരമേറ്റത്? എത്രാം തവണയാണ്? 5ാം തവണ. ബോറിസ് യെൽസിൻ പ്രസിഡന്റായിരിക്കെ പുതിൻ 1999 റഷ്യൻ പ്രധാനമന്ത്രിയായി. യെൽസിൻ രാജിവെച്ചതിനെ തുടർന്ന് പുതിൻ ആക്ടിംഗ് പ്രസിഡന്റും തുടർന്ന് പ്രധാനമന്ത്രിയുമായി. 2012 പ്രസിഡന്റായി. 2020 നടപ്പിലാക്കിയ നിയമപ്രകാരം 2036 വരെ പുതിന് അധികാരത്തിൽ തുടരാനാവും. കഴിഞ്ഞ മാർച്ചിൽ നടന്ന തിരഞ്ഞെടുപ്പിൽ 87% വോട്ട് നേടിയാണ് പുതിൻ വിജയിച്ചത്. അപ്പോൾ വ്ളാഡിമിർ പുതിൻ എത്രാം തവണയാണ് റഷ്യയിൽ വീണ്ടും അധികാരമേറ്റത്? 5ാം തവണ. ബോറിസ് യെൽസിൻ പ്രസിഡന്റായിരിക്കെ പുതിൻ 1999 റഷ്യൻ പ്രധാനമന്ത്രിയായി. യെൽസിൻ രാജിവെച്ചതിനെ തുടർന്ന് പുതിൻ ആക്ടിംഗ് പ്രസിഡന്റും തുടർന്ന് പ്രധാനമന്ത്രിയുമായി. 2012 പ്രസിഡന്റായി. 2020 നടപ്പിലാക്കിയ നിയമപ്രകാരം 2036 വരെ പുതിന് അധികാരത്തിൽ തുടരാനാവും. കഴിഞ്ഞ മാർച്ചിൽ നടന്ന തിരഞ്ഞെടുപ്പിൽ 87% വോട്ട് നേടിയാണ് വിജയിച്ചത്. ചൈനയുടെ പുതിയ ഇന്ത്യൻ സ്ഥാനപതി ഷു ഫൈ ഹോങ്. അതാണ് ചൈനയുടെ പുതിയ ഇന്ത്യൻ സ്ഥാനപതി. ആരാണ്? ഷു ഫൈ ഹോങ്. ഷു ഫൈ ഹോങ് ചൈനയുടെ പുതിയ ഇന്ത്യൻ സ്ഥാനപതി. എന്താണ് പേര്? ഷു ഫൈ ഹോങ്. അടുത്ത ചോദ്യം, 1 നൂറ്റാണ്ടോളം കാണാമറയത്തായിരുന്ന ഏത് തിമിംഗലങ്ങളാണ് വീണ്ടും അർജന്റീനിയൻ കടലിൽ പ്രത്യക്ഷപ്പെട്ടത്? സെയ്. എന്താണ്? 1 നൂറ്റാണ്ടോളം കാണാമറയത്തായിരുന്ന ഏത് തിമിംഗലങ്ങളാണ് വീണ്ടും അർജന്റീനിയൻ കടലിൽ പ്രത്യക്ഷപ്പെട്ടത്? എന്താണ്? സെയ്. അപ്പോൾ 1 നൂറ്റാണ്ടോളം കാണാമറയത്തായിരുന്ന ഏത് തിമിംഗലങ്ങളാണ് വീണ്ടും അർജന്റീനിയൻ കടലിൽ പ്രത്യക്ഷപ്പെട്ടത്? ഏതാണ്? സെയ്. അപ്പോൾ 5 ക്വസ്റ്റ്യൻ ഒന്നിവിടെ നോക്കാം. ഏത് നവോത്ഥാന നായകൻ്റെ 100ാം സമാധി ശതാബ്ദിയാണ് 2024 മെയ് മാസത്തിൽ ആചരിച്ചത്? ചട്ടമ്പി സ്വാമികൾ. 2 പതിറ്റാണ്ടിനിടയിലെ ഏറ്റവും ശക്തമായ സൗരക്കാറ്റ് 2024 മെയ് 10 ഭൂമിയിൽ വീശി. എന്താണ് സൗരക്കാറ്റ്? സൂര്യൻ്റെ ഉപരിതലത്തിലുണ്ടാകുന്ന സ്ഫോടനങ്ങളാണ് സൗരക്കാറ്റിന് കാരണമാകുന്നത്. പൊട്ടിത്തെറിയുടെ ഫലമായി സൂര്യന് ചുറ്റുമുള്ള വലയമായ കൊറോണയിൽ നിന്ന് പ്ലാസ്മയും വൈദ്യുതകാന്തിക തരംഗങ്ങളും പുറന്തള്ളപ്പെടുന്നു. സൗരക്കാറ്റ് അല്ലെങ്കിൽ കൊറോണൽ മാസ് ഇജക്ഷൻ എന്നിത് അറിയപ്പെടുന്നു. ഭൂമിയുടെ കാന്തിക മണ്ഡലത്തെ സൗരക്കാറ്റ് തടസ്സപ്പെടുത്തുന്നു. വ്ളാദിമിർ പുതിൻ എത്രാം തവണയാണ് റഷ്യയിൽ വീണ്ടും അധികാരമേറ്റത്? 5ാം തവണ. ബോറിസ് യെൽസിൻ പ്രസിഡന്റായിരിക്കെ പുതിൻ 1999 റഷ്യൻ പ്രധാനമന്ത്രിയായി. യെൽസിൻ രാജിവെച്ചതിനെ തുടർന്ന് പുതിൻ ആക്ടിംഗ് പ്രസിഡന്റും തുടർന്ന് പ്രധാനമന്ത്രിയുമായി. 2012 പ്രസിഡന്റായി. 2020 നടപ്പിലാക്കിയ നിയമപ്രകാരം 2036 വരെ പുതിന് അധികാരത്തിൽ തുടരാനാവും. കഴിഞ്ഞ മാർച്ചിൽ നടന്ന തിരഞ്ഞെടുപ്പിൽ 87% വോട്ട് നേടിയാണ് വിജയിച്ചത്.
ചൈനയുടെ പുതിയ ഇന്ത്യൻ സ്ഥാനപതി ഷു ഫെയ് ഹോ. ഒരു നൂറ്റാണ്ടോളം കാണാമറയത്തായിരുന്ന ഏത് തിമിംഗലങ്ങളാണ് വീണ്ടും അർജന്റീനിയൻ കടലിൽ പ്രത്യക്ഷപ്പെട്ടത്? സെയ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ നിർത്താം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.